പരസ്പരം അതായത് പൊരുത്തത്തോടുകൂടി ജീവിക്കാൻ പറ്റാതെ ആ അധ്യാപികയായ മാഡം പറഞ്ഞ പോലെ ടോളറേറ്റ് ചെയ്ത് ജീവിക്കുന്നതിലും നല്ലതല്ലേ രണ്ടു വഴിക്ക് പോകുന്നത്. ഒരു പോയിന്റ് കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഇപ്പൊ ഞാൻ കാണുന്നത് എന്റെ ജനറേഷൻ, എന്റെ താഴെയുള്ള ജനറേഷനല്ല, ഈ കുഞ്ഞുങ്ങളുടെ ജനറേഷൻ. ഈ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത്, അവർക്ക് ഓൾറെഡി ആ ബോധ്യം ഉണ്ട്, പക്ഷെ പേരന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഗൈഡ് ചെയ്യേണ്ടത്, എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ മനുഷ്യനും ഏറ്റവും വേണ്ടത് സന്തോഷം തന്നെയാണ്. ആഹാരം പോലും അടുത്തേ വരൂ, അടുത്ത സ്റ്റേജിലേ വരുന്നുള്ളൂ. നമ്മൾ ഫ്ലൈറ്റ് കയറിയ ഓക്സിജൻ മാസ്ക് വെക്കുന്ന പോലെയാണ്. ഞാൻ വെച്ചിട്ടേ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് വെക്കാൻ എനിക്ക് പറ്റൂ. സോ ഞാൻ സ്വയം സന്തോഷിച്ചാലേ എൻ്റെ ചുറ്റിലുമുള്ള ആളുകൾക്ക് എനിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റൂ. പക്ഷെ സമാധാനവും സന്തോഷവും ഇല്ലാതെ ഞാനൊരു ബന്ധത്തിൽ കിടന്ന് കുരുങ്ങിയിട്ട് കരഞ്ഞ് വിളിച്ച് സഹിച്ച് മുന്നോട്ട് ജീവിച്ച് അതിൻ്റെ സകല ഫ്രസ്ട്രേഷനും ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളും അനുഭവിച്ച് കണ്ട് മുന്നോട്ട് പോകുന്നതിനേക്കാൾ എത്രയും നല്ലത് ഏറ്റവും നന്നായി ആ വേർഡ് ശ്രദ്ധിക്കണം, ഏറ്റവും നന്നായി വേർപിരിയലാണ്. അതിപ്പോ ഇവിടെ ഓരോരുത്തരും ചെയ്ത പോലെയല്ല, ഇവര് ചെയ്ത പോലെയല്ല. വളച്ചൊടിക്കരുത്. ഈ മേഡം ജഡ്ജ് അല്ലേ? വക്കീലാണല്ലേ? ഞാൻ ഡിവോഴ്സിന്റെ പേപ്പർ കൊടുത്തത് 2015-ലാണ്. എനിക്ക് ഇന്നലെയാണ്, അല്ല 2019-ലാണ് എനിക്ക് ഇന്നലെയാണ് പേപ്പർ കിട്ടിയത്. അപ്പൊ ഈ ഡിലേയെ കുറിച്ച് എന്താണ് പറയുന്നത്? കോടതിയിൽ വരുമ്പോ ഒരിക്കലും ഫാമിലി കോടതി പ്രിസൈഡിംഗ് ഓഫീസർ അവർക്ക് ഡൈവോഴ്സ് ആവണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. പറ്റുമെങ്കിൽ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകാനായിട്ട്. കാരണം കോടതി അതെ, ഒരുമാതിരി എല്ലാവരും ആഗ്രഹിക്കുന്ന പോസിറ്റീവ് ലൈഫ്. കാരണം കോടതിയുടെ മുമ്പാകെ വരുമ്പോൾ കുട്ടികളെ തമ്മിലുള്ള അടുത്തടി കുട്ടികളെയാണ്. ഡൈവോഴ്സ് നേടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആരെ? കുട്ടികളാണ്. ഒരാൾ അച്ഛൻ കൊണ്ടുപോകണം, ഒരാൾ അമ്മയെ കൊണ്ടുപോകണം, പിന്നെ ഇവർ വീണ്ടും പുനർവിവാഹം കഴിക്കണം. ഇതിന്റെ മുന്നിൽ ആർക്കും വേണ്ട, കുട്ടികൾ ബലിയാടാവും. 2019 എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ ഇദ്ദേഹം കൗൺസിലിംഗ് പോയിട്ടുണ്ടാവും, മീഡിയേഷന് പോയിട്ടുണ്ടാവും. മാക്സിമം ഇവരെ ഒരുമിപ്പിക്കാൻ എനിക്കറിഞ്ഞില്ല, അവരെ കൗൺസിൽ അഡ്വക്കേറ്റ്സ് ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഒരു ഡൈവോഴ്സിന്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പുരുഷൻ പറയാണ് അവർ പിരിയാനായിട്ട് രണ്ട് ജില്ലകളിൽ നിന്ന് വന്നേക്കണ പെൺകുട്ടിയെ ആ ഭർത്താവ് കോടതിയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ചോളൂ, നിന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റാതിരിക്കുമെന്ന് ചോദിച്ചോ ഒറ്റ കെട്ടിപ്പടുത്തി തന്നെ അവരൊന്നായി. ഉച്ച കഴിഞ്ഞ് സിറ്റിങ്ങിൽ അവർ ഒരുമിച്ചാ പോയേ. അത് കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അത് തന്നെയാണ്. മാഡം പറഞ്ഞല്ലോ, അതെ, കുട്ടികൾ ബലിയാടാകും എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇന്നലെയാണ് എനിക്ക് ആ ലെറ്റർ കിട്ടിയത്, ഡൈവേഴ്സ് ലെറ്റർ. എന്നിട്ട് വൈകുന്നേരം ഞാനും വൈഫും കുട്ടിയും കൂടി പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഡിന്നറും കഴിച്ച് ഈ ഡിവോഴ്സിനെ കുറിച്ച് ഡിസ്കസും ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒരു കാര്യം പറയണേ, ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു ഈ ബേസിക് പ്രശ്നം വരുന്ന എന്താ അറിയോ? നമ്മൾ സ്കൂളിൽ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസമാണ് പ്രശ്നം എന്ന്. നമ്മളിവിടെ ഫിസിക്സും കെമിസ്ട്രിയും സയൻസും ഒക്കെ പഠിക്കും. എന്നിട്ട് ഇതെന്തിനാ പഠിക്കുന്നത്? നല്ല ജോലി കിട്ടണം. പുരുഷന്മാർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ജോലി കിട്ടിയാൽ കല്യാണത്തിനായി. പക്ഷെ കല്യാണം കഴിക്കാൻ ശരിക്കും വേണ്ടിയത് എന്താ? മാനസിക ആരോഗ്യം വേണം. മാത്രല്ല എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യണം ഈ ഇപ്പത്തെ സമൂഹത്തിലുള്ള പ്രശ്നം. പക്ഷെ അത് ചെറുപ്പത്തിൽ ഇപ്പൊ ഡ്രൈവിങ്ങിന്റെ ക്ലാസ്സുകൾ ചെറുപ്പത്തിൽ സ്കൂളിലേ വരുന്നുണ്ട്. അതുപോലെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് സ്കൂളുകളിൽ വരണം. ഒരു സാഹചര്യം, ഒരു കല്യാണം കഴിഞ്ഞ് എത്തുമ്പോഴാണ് ഇത്രയും വലിയൊരു സാഹചര്യം വരുമ്പോഴാണ് ഇതിനെ ഞാൻ എങ്ങനെ നേരിടേണ്ടതെന്ന് വരിക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.